KSRTCയിൽ സാലറി ചലഞ്ചില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ദിവസത്തെ ശമ്പളം പിടിക്കാനുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, ജീവനക്കാരിൽ നിന്ന് വലിയ വിമർശനമാണ് ഇത്തരത്തിൽ സാലറി ചലഞ്ച് നടത്താനുള്ള ഉത്തരവിനെ എതിരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പിൻവലിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വിനിത, കഴിഞ്ഞ ദിവസമാണ് ഈ 1.5 വർഷത്തിന് ശേഷം ആദ്യമായി KSRTC ജീവനക്കാർക്ക് ശമ്പളം ഒറ്റ ഗഡുവായി തന്നെ ലഭിക്കുന്നത്. ഈ ശമ്പളം ഒറ്റ ഗഡുവായി ലഭിച്ചതിന് പിന്നാലെ ഒരു ഉത്തരവ് KSRTC CMD പ്രമോദ് ശങ്കർ ഇറക്കുന്നു. ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ കുറഞ്ഞത് 5 ദിവസത്തെ ശമ്പളമെങ്കിലും സംഭാവനയായി നൽകണം എന്നുള്ളതായിരുന്നു ഈ ഉത്തരവിലുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം, അതായത് സെപ്റ്റംബർ മാസം മുതലുള്ള ശമ്പളത്തിൽ നിന്ന് 3 ഗഡുക്കളായി ഈ തുക ഈടാക്കും എന്നുള്ളതായിരുന്നു ഈ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ഈ ജീവനക്കാർക്ക് ഇപ്പോൾ തന്നെ ഓണം അതുപോലെ തന്നെ ഉത്സവ ബദ്ധ ഇത് രണ്ടും ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ ഒറ്റ ഗഡുവായി ശമ്പളം കൂടി കിട്ടിയിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സാലറി ചലഞ്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലായിരുന്നു ജീവനക്കാർ. ഇത് വലിയ രീതിയിൽ വിമർശനവും ചർച്ചയും ആയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ നേരിട്ടിടപെട്ട ഈ ഒരു ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഈ KSRTCയിൽ ആദ്യമായി, അതായത് ഒരു 1.5 വർഷത്തിന് ശേഷം ആദ്യമായി ഒറ്റ ഗഡുവായി ശമ്പളം നൽകിയതിന് പിന്നാലെ അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു ഉത്തരവിറങ്ങുന്നു. ഈ ഉത്തരവിറക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത് ആരാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയത്? ഈ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും KSRTC CMDയോട്, അതായത് KSRTC CMDയോട് ഗതാഗത മന്ത്രി തന്നെ ഈ പുതുക്കിയ ഉത്തരവിൽ ആവശ്യപ്പെടുന്നുമുണ്ട്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ ഉണ്ടായത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് 1.5 വർഷത്തിന് ശേഷം ആദ്യമായി ഇത്തരത്തിൽ ശമ്പളം ആദ്യ ഗഡുവ ഒറ്റ ഗഡുവായി തന്നെ ലഭിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലുള്ള ഈ ഒരു സാലറി ചലഞ്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തൊഴിലാളി സംഘടനകളടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നതോടുകൂടിയാണ് ഗതാഗത മന്ത്രി തന്നെ ആരോപിക്കുമ്പോൾ അത് ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? ഈ ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് ഇത്തരത്തിലൊരു നടപടിയെടുക്കേണ്ടുന്ന ചുമതലയുണ്ടായിരുന്നത്? വിനിത, ഈ ഉത്തരവിൽ ഗതാഗത മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ 1.5 വർഷത്തിന് ശേഷം KSRTCയിൽ ആദ്യ ഗഡുവിൽ തന്നെ ശമ്പളം നൽകി തീർക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അർദ്ധരാത്രിയോടുകൂടി ഒരു ഉത്തരവിറങ്ങുന്നു. ഈ ഉത്തരവിൽ ഈ സാലറി ചലഞ്ച്, അതായത് 5 ദിവസത്തെ ശമ്പളമെങ്കിലും ജീവനക്കാർ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. കൃത്യമായി ഈ KSRTC ശമ്പളം നൽകിയതിന് പിന്നാലെ ഇറങ്ങിയ ഒരു ഉത്തരവ്, അതും അർദ്ധരാത്രി ഇറങ്ങിയ ഈ ഉത്തരവിൽ അത് ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടു. ഇത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് KSRTC CMD പ്രമോദ് ശങ്കറിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകിയിട്ടുള്ളത്. ഈ ഉത്തരവിറക്കിയിട്ടുള്ളത് പ്രമോദ് ശങ്കർ തന്നെയാണ്. കാരണം അദ്ദേഹമാണ് ഇത്തരത്തിൽ സാലറി ചലഞ്ചിനായുള്ള ഉത്തരവിറക്കിയത്. അപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുന്നതും CMD തന്നെയാണോ? വിനിത, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഉത്തരവിറക്കിയത് KSRTC CMD തന്നെയാണ്. KSRTC CMD ആണ് ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവ്, ഈ വിവാദ ഉത്തരവ് ഇറക്കുന്നതും സാലറി ചലഞ്ചിൻ്റെ കാര്യങ്ങൾ പറയുന്നതും. ഇതേ CMDയോട് തന്നെയാണ് ഇത്തരത്തിൽ ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇത് ആരാണ് നടത്തിയത്, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു വിവാദ ഉത്തരവ് പിൻവലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ഓണക്കാലമാണ്, KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയ ഒരു സന്തോഷം അത് തീരുന്നതിന് മുൻപേയാണ് അവർക്ക് ഒരു ഇരുട്ടടി എന്നുള്ള നിലയിൽ ഈ ഒരു പുതിയ തീരുമാനം വന്നത്. ഈ തീരുമാനത്തിന് പ്രതിഷേധം ഉയരുന്നു. ഓൾറെഡി ഉത്സവബദ്ധ അതുപോലെ തന്നെ ഓണം ബോണസ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടാതെ വലിയുന്ന KSRTC ജീവനക്കാരുടെ ആ ഒരു കഞ്ഞിയിൽ കൈയിട്ട് വരുന്ന പ്രവൃത്തി അത് അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള കർശനമായ നിലപാട് സ്വീകരിച്ച് തൊഴിലാളി സംഘടനകളടക്കം രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ നേരിട്ടിടപെട്ട ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. വിനിത, ശരി. അഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.